മോഹൻലാലിനെ കണ്ട് അറിയാൻ പറ്റും. ചുമ്മാ അങ്ങ് വളരെ വൈഡായിട്ട് പോകുമെന്ന് പറഞ്ഞാലും എല്ലാവരുടെ ശ്രദ്ധ ഈ വ്യക്തിയിൽ വലിയ ഭയങ്കര ഓറയാണ് അവരുടെ. ഓറയെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എനർജിയുടെ പ്രഭാവലയത്തെ പറയുന്നവരാണ് ഓറ. പിന്നെ ഓറ ഡെവലപ്പ് ചെയ്ത് പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയിലേക്ക് ഇരുട്ട് അടുക്കില്ല എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ശക്തികൾ. ഓറ ഡെവലപ്പ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവരെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഓറ ഡെവലപ്പ് ചെയ്ത് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ചില സ്റ്റെപ്പിലൂടെ പോകണം. ഓവർ തിങ്കിങ് പോസിറ്റീവായിട്ടാണെന്നുണ്ടെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തും. ചുരുക്കം പറഞ്ഞാൽ ഇവർ പോസിറ്റീവായിട്ട് എപ്പോഴും ചാർജ്ഡ് ആയിരിക്കും എന്നർത്ഥം. സാറ്, നമ്മളെ എല്ലാവരും സ്നേഹിക്കണം, നമ്മളെല്ലാവരുടെ ആഗ്രഹമാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളായിരിക്കണം അവിടുത്തെ മെയിൻ. അങ്ങനെ ആയിരിക്കണം നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം അത് തന്നെയാണ്. നമുക്ക് ആ ഒരു അറ്റൻഷൻ കിട്ടണം. അപ്പോൾ നമ്മുടെ ഓറ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള അറ്റൻഷൻ കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഓക്കെ. അത് ഓറ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ആദ്യം എൻ്റെ അഡ്വാൻറ്റേജ് പറയാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ചുറ്റും നിരീക്ഷിച്ചാൽ അങ്ങനെയുള്ളവരിൽ അതുണ്ടാവും. ഒന്ന്, ഇവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായിരിക്കും, പ്രതിരോധ ശക്തി. അത് രോഗപ്രതിരോധ ശക്തി മാത്രമല്ല, മനസ്സിൽ വരാവുന്ന ടെൻഷൻ, ഡിപ്രഷൻ, ദേഷ്യം, ഭയം, അലസത, വിരസത ഇങ്ങനെ വരുന്ന ഏത് ഇമ്പാക്റ്റുകളെയും താങ്ങാനുള്ളൊരു പവർ, അല്ലെങ്കിൽ ഇവരെ ബാധിക്കില്ലത്. അല്ലെങ്കിൽ അത് മനസ്സിൻ്റെ ഇമ്മ്യൂണിറ്റി പവറാണ് പറയുന്നത്. അപ്പം മനസ്സിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ, പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നു, ശരീരത്തിൻ്റെ വർദ്ധിക്കുന്നു. മറ്റൊന്ന്, ഇവർക്ക് ഒരു ദിവസം ഇറങ്ങി തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും. നമ്മൾ ബുദ്ധിമുട്ടെന്നല്ല അതിന് പറയാം, അത് നമ്മുടെ ബുദ്ധിക്ക് മുട്ട് വരുന്നു, അതിനെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അത് തടസ്സം കൂടാതെ എല്ലാ ദിവസവും പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, പുതിയ കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് ചെയ്യാനും പറ്റുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇവർ പോസിറ്റീവായിട്ട് എപ്പോഴും ചാർജ്ഡ് ആയിരിക്കും എന്നർത്ഥം, ഈ ഓറ ഡെവലപ്പ് ചെയ്ത വ്യക്തികൾ. മറ്റൊന്ന്, ഇവരിലേക്ക് വല്ലാത്തൊരു ആകർഷണം ചുറ്റുപാടിൽ നിന്നുണ്ടാകും, പ്രപഞ്ചത്തിൽ നിന്ന്. കാരണം പ്രപഞ്ചമായിട്ട് ഏകദേശം അലൈൻഡാണ് ഇവരുടെ മൈൻഡും കോസ്മിക് മൈൻഡും തമ്മിൽ. അപ്പോൾ എന്താകുന്നു, ഇവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും. ഒരു വലിയൊരു ക്രൗഡിനിടയിലേക്ക് ഇവർ പോവുകയാണെങ്കിൽ അവരിലേക്കായിരിക്കും എല്ലാവരുടെയും ശ്രദ്ധ. ചുമ്മാ കാഷ്വലായിട്ട് ആൾക്കാർ നോക്കി പോകും. ഇപ്പോൾ മോഹൻലാലിനെ കണ്ട് അറിയാൻ പറ്റും. ചുമ്മാ അങ്ങ് വളരെ വൈഡായിട്ട് പോകുമെന്ന് പറഞ്ഞാലും എല്ലാവരുടെ ശ്രദ്ധ ഈ വ്യക്തിയിൽ വലിയ ഭയങ്കര ഓറയാണ് അവരുടെ. അപ്പം അങ്ങനെ ഇതെല്ലാം ചില മഹാത്മാക്കളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചില പോസിറ്റീവായിട്ട് രംഗത്ത് നിൽക്കുന്നവരെ കാണുന്ന സ്ഥലത്തേക്ക് ആൾക്കാർ ഓടി വരും. അല്ല, അവരുടെ പരിസരത്ത് നിന്നാൽ മതി, അത് വല്ലാത്തൊരു ശാന്തിയാണ്. അല്ല, അവരിയ്ക്കുന്ന സ്ഥലം പ്രദേശത്തോട്ടൊക്കെ വരുമ്പോൾ വല്ലാത്തൊരു ശാന്തി ഫീൽ ചെയ്യും. മറ്റൊന്ന്, ഈ ഓറ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവർ ചെല്ലുന്നിടത്തല്ല ഒരു പോസിറ്റീവ് പ്രസൻസ്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഒഴിഞ്ഞ കട, അല്ല വലിയ കച്ചവടമൊന്നും ഇല്ലാത്ത കടയാണ് അന്നത്തെ ദിവസം, പക്ഷെ ഇവരങ്ങോട്ട് ചെന്ന് ചില സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ചു പോകുന്ന പിന്നെ അവിടെ തിരക്കായി. അപ്പോൾ ഇത് പലരും അല്ലാതെയും പറയാറുണ്ട്. അത് ചില വേളകളിൽ ഇവരുടെ ഓറ ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്ന പോയിന്റുകളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് പലരും. പിന്നെ വരാൻ പോകുന്ന കാര്യത്തെയൊക്കെ സംബന്ധിച്ചൊരു ഇൻഡ്യൂഷൻ കിട്ടും മുൻകൂട്ടി. ഇത് മുൻകൂട്ടി വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി അറിയാനുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ലൈൻ എല്ലാ വ്യക്തികൾക്കും ഉണ്ടെങ്കിൽ ഇത് അപകടമാണ്. കാരണം നമുക്ക് വരാൻ പോകുന്ന അപകടത്തെപ്പറ്റി ആൾക്കാർ ഭയന്നു പോകും. അപ്പോൾ നല്ല ഓറ ഡെവലപ്പ് ചെയ്ത വ്യക്തികൾക്ക് വരാൻ പോകുന്നതിനെ സംബന്ധിച്ചുള്ള ഐഡിയ കിട്ടും. വന്നാലും ഇവർ പതറില്ല, കാരണം ഇവരുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അപ്പോൾ അത് കിട്ടുകയുള്ളൂ. അത് തീർച്ചയായിട്ടും, ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും ഇൻഡ്യൂഷൻ കിട്ടും. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ നടപ്പിലാകണമെങ്കിലും ഓറ ഡെവലപ്ഡ്, പുതിയതായ കാര്യങ്ങൾ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നു. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഒരുപാട് വർഷമായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് മാത്രം അതിനെന്നുള്ളതൊന്നും കിട്ടുന്നില്ല. ചിലർക്ക് ശരിയാകുന്നുണ്ട്, ചിലർക്ക് ശരിയാകുന്നില്ല. ഈ ശരിയാകത്തിൻ്റെ കേസ് നിങ്ങളുടെ ഓറയിൽ മങ്ങലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞാൽ റാന്തൽ വിളക്ക്, ചിമ്മിനി വിളക്ക് ഉണ്ട് കത്തിച്ചിരിക്കുന്നു, അതിൽ കരി പിടിച്ചാൽ അകത്തുള്ള വെട്ടം പുറത്തേക്ക് വരില്ല. കഴിവൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതിന് കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഒന്നിന് പുറകെ ഒന്നാമത് തടസ്സം വരുന്നു. കാരണം അതെല്ലാം ഓറ ബ്ലോക്ക് ആയതുകൊണ്ട്. ഓറ ക്ലെൻസ് ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. പിന്നെ ഓറ ഡെവലപ്പ് ചെയ്ത് പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയിലേക്ക് ഇരുട്ട് അടുക്കില്ല എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ശക്തികൾ. അങ്ങനെ ആരെങ്കിലും ബോധപൂർവം ഓറ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വ്യക്തികളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ ദുഷിപ്പ്, അല്ലെങ്കിൽ നമ്മൾ പാരപണിയാന്നൊക്കെ പറയും, അല്ല ഉപദ്രവിക്കണമെന്ന് ലക്ഷ്യം വെച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഉടനുള്ള തിരിച്ചടി അവർക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇവരൊന്നും ചെയ്യണ്ട, അവരുടെ കാർമിക് എഫക്റ്റ് ഉടനെ അവരെ നെഗറ്റീവ് കാർമിക് ഉടനെ അത് വരേണ്ടത് ഉടനെ വരും, അവർക്ക് അടി കിട്ടും. ചുരുക്കം പറഞ്ഞാൽ ഓറ ഡെവലപ്പ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവരെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും പ്രപഞ്ചമായിട്ട്. അവരെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കൊണ്ട് ചാടി വീഴും അവരുടെ അടുത്തേക്ക് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട്. അതുപോലെ ജീവജാലങ്ങളൊക്കെ അവരോട് വളരെ സ്നേഹത്തോടെ ഇടപെടും. പിന്നെ കാലങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെ പെട്ടെന്ന് കാണാനുള്ള ഇടയുണ്ടാകുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓറ ക്ലെൻസാക്കി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നതിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന് ആദ്യം ചിന്തകളിലുള്ള പരിശുദ്ധിയാണ് ആവശ്യം.
ചിന്തകളിലൂടെയാണല്ലോ സർവ്വ കണ്ടാമിനേഷൻ വരുന്നത്. അപ്പോൾ ചിന്തകളെ കറക്റ്റായ അനുപാതത്തിൽ ആവശ്യമില്ലാത്ത ചിന്തകളെ കടത്താതിരിക്കാൻ ഓവർ തിങ്കിങ് ഇല്ലാതാക്കും. ഓവർ തിങ്കിങ്ങിൽ തന്നെ നെഗറ്റീവ് ഓവർ തിങ്കിങ് അവലർത്ത്. ഓവർ തിങ്കിങ് പോസിറ്റീവായിട്ടാണെന്നുണ്ടെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തും. ഇപ്പം 2 വർഷം കഴിഞ്ഞ് എൻ്റെ ആരോഗ്യവും അല്ലെങ്കിൽ എൻ്റെ വെൽഫെയറും അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണം, അത് കൃത്യമായ രീതിയിൽ ഒരു ദിവസം പല പ്രാവശ്യം ഓവർ തിങ്കിങ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ അതിന് പകരം അതല്ലല്ലോ ചെയ്യുന്നത്. ഞാനെന്താ ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ ചെറുപ്പത്തിലുണ്ടായിരിക്കുന്ന ഒരു ട്രോമ, മറ്റാരെങ്കിലും പറ്റുള്ള ചിന്ത, ഇതെല്ലാം ചിന്തകളിലൂടെ കണ്ടാമിനേഷൻ വരുന്നു. ഇത് ഓറയെ ബാധിക്കുന്നു. ഓറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എനർജിയുടെ പ്രഭാവലയത്തെ പറയുന്നവരാണ് ഓറ. അതുകൊണ്ടാണ് മഹാത്മാക്കളിലൊക്കെ ഓറ ഡെവലപ്പ് ചെയ്തവരാണ്. അവർക്ക് ദീർഘവീക്ഷണമൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. ദിവ്യശക്തി എന്ന് പറയില്ലേ, അതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇവരുടെയൊക്കെ ചുറ്റും ബുദ്ധൻ്റെ അല്ലെങ്കിൽ ക്രൈസ്റ്റിൻ്റെയൊക്കെ ചുറ്റുപാട് നോക്കിയൊരു പ്രഭാവലയം കാണും, പ്രകാശവലയം. അപ്പോൾ അത്തരത്തിൽ ക്ലെൻസ് ആകെ എടുക്കണമെന്നുണ്ടെങ്കിൽ ചിന്തകളിലെ സംശുദ്ധി ആവശ്യമുണ്ട്. കൂടാതെ നമ്മുടെ കർമ്മത്തിൽ നമ്മൾ വിചാരിക്കും ആരും കാണുന്നില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന കർമ്മം അത് പ്രപഞ്ചത്തിനോ മറ്റു വ്യക്തികൾക്കോ ഉപദ്രവം ഉണ്ടാകത്തക്ക രീതിയിലാണെങ്കിൽ താൽക്കാലിക നേട്ടം കിട്ടും. പക്ഷേ കാണുന്ന ഒരാളെ ഒത്തിരി പോയിട്ട് ഈ ഓറയെ ബാധിക്കുന്നു, അത് കണ്ടാമിനേഷൻ വരും. പിന്നെ ഭക്ഷണത്തിൽ നമ്മൾ അകത്തേക്ക് ആഹരിക്കുന്ന എല്ലാ ആഹാരമാണ്. ഭക്ഷണത്തിലുള്ള സംശുദ്ധി അത് ശ്രദ്ധയോടെ പരിപാലിക്കുന്നതിലൂടെ, ശരീരത്തെ പരിപാലിക്കുന്നതിലൂടെ പറയും. ഓറ പെർഫെക്റ്റായിട്ടിരിക്കണമെങ്കിൽ, സമൃദ്ധി വരണമെങ്കിൽ 5 കാര്യങ്ങളാണെന്ന് പറയും. ഒന്ന് വിശുദ്ധി. എല്ലായ്പ്പോഴും കാലാകാലങ്ങളിലുള്ള മെയിൻ്റനൻസ് നടത്തണം. നമ്മൾ അധിവസിക്കുന്ന പ്രദേശത്തോ വ്യക്തികളിലോ ചുറ്റുപാടിലോ ഒക്കെ വിശുദ്ധി വരുത്തണം. പിന്നെ ശുദ്ധി ആക്കിയിരിക്കണം. എന്നുവെച്ചാൽ എല്ലാ ദിവസവും ശരീരത്തെ ആണെങ്കിൽ ശരീരത്തെ ശുദ്ധിയാക്കി, ചിന്തകളെ ശുദ്ധിയാക്കി, ചുറ്റുപാട് ശുദ്ധിയാക്കി. വിശുദ്ധി, ശുദ്ധി, സ്ഥിതി എന്ന് പറഞ്ഞാൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ദിവസം ചെയ്തുകൊണ്ടാകില്ല, എല്ലാ ദിവസവും മെയിൻറ്റെയിൻ. വിശുദ്ധി, ശുദ്ധി, സ്ഥിതി, അവിടെയാണ് സാന്നിധ്യം ഉണ്ടാകും, പ്രസൻസ്. ആ സാന്നിധ്യത്തിൽ നിന്ന് സമൃദ്ധി ഉണ്ടാകും. അപ്പോൾ എപ്പോഴും ഓറ ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ ഇത്തരത്തിലുള്ള ചില സ്റ്റെപ്പിലൂടെ പോകണം. അതിനെപ്പോഴും നമുക്ക് അതായത് രംഗത്തുള്ള ചില ആചാര്യന്മാരിൽ നിന്നും കൃത്യമായ രീതിയിൽ സയൻറ്റിഫിക്കായിട്ട് മനസ്സിലാക്കി അതിൻ്റെ സാധന എടുക്കണം. സാധന എന്ന് വെച്ചാൽ ഇതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റിയുള്ള ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. അപ്പോൾ ഇതൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഓരോ വ്യക്തികളും വ്യത്യസ്തരായതുകൊണ്ട് തന്നെ അവരുടെ ജീവിതശൈലിയും ചിന്താശൈലി ഇത്രയും നാളത്തെ എന്താണോ അത് മനസ്സിലാക്കിയിട്ടുള്ള ഡിസൈനിങ് ആവശ്യവർക്ക്. ഓരോരുത്തർക്കും പ്രത്യേക ഉപാസന തന്നെ വേണ്ടി വരും. ഉപാസന അടുത്തിരുത്തി നമ്മളത് ചെയ്യാനുള്ള പ്രാക്ടീസ്. അപ്പം ഓരോ വ്യക്തികൾ നമ്മൾ വരുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ അവരെ അടുത്തിരുത്തി കൃത്യമായ രീതി നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി യോജിച്ച രീതിയിലുള്ള ചിന്താഗതി ഇനി എങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകണം, ജീവിതശൈലിയിൽ എന്ത് മാറ്റം വരുത്തണം, പിന്നെ ഡെയിലി ചെയ്യാനുള്ള ഈ പവർ കൂട്ടാനുള്ള, എനർജൈസ് ചെയ്യാനുള്ള, ബാറ്ററിക്ക് എനർജൈസ് ചെയ്യാനുള്ള മെത്തേഡുകൾ അവരെ പ്രാക്ടീസ് കൊടുക്കും. ഇത് റെഗുലറായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഹീലിംഗ് എന്നൊക്കെ വേണം നമുക്ക് പറയാം. ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാശ്വാസനം നമ്മൾ കൊടുക്കുക. ശരീരത്തിന് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഓറയെ ഫസ്റ്റ് എയ്ഡിലൂടെ റിജുവിനേറ്റ് ചെയ്യുന്നു. അതിലൂടെ നമുക്ക് ഈ കാണാൻ പറ്റാത്ത ശക്തിയുമായിട്ട് അലൈൻഡ് ആക്കാൻ പറ്റും. അങ്ങനെ ഓറ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ഈ ലോകത്ത് തന്നെ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗ്ഗതുല്യമായിട്ട് ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ നേരെ തിരിച്ചും. ഇതൊന്നും അറിയാതെ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറില്ലേ, നമ്മളെ കുഞ്ഞിലെ കുളിപ്പിച്ചതാരാ? നമ്മുടെ അമ്മയാണ്. വലുതായപ്പം എങ്ങനെ കുളിക്കണമെന്ന് പഠിപ്പിച്ചു. അത് ശരീരത്തിൻ്റെ കേസാണ്. പക്ഷേ ഈ പറയുന്ന ഓറയുടെ കേസ് പഠിപ്പിച്ചില്ല, അമ്മയ്ക്കും അറിയില്ലായിരുന്നു. ഇത് ചില നിയോഗം വരുന്ന സമയത്താണ് ചിലത് കണക്റ്റഡ് ആകുന്നത്. നമുക്ക് ഒരു യോഗപാതയിൽ എത്തുമ്പോഴാണ് ഈ കാണാൻ പറ്റാത്ത ശക്തിയുമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള പവറിനെ, നമ്മുടെ ഉള്ള പവർ തന്നെയാണ് ദൈവം, അത് തന്നെയാണ് പുറത്തുള്ളത്. ഇത് തമ്മിൽ അലൈൻഡ് ആകാനായിട്ടുള്ള ഒരു ശ്രദ്ധ ഒരുവനിൽ വരുന്നത് അവർ യോഗപാതയിലെത്തണം. അപ്പോൾ മാത്രമേ ഈ ട്രിക്ക് മനസ്സിലാകാൻ എവിടുന്നെങ്കിലും, അത് എന്നിൽ നിന്ന് മാത്രമല്ല, ഒരു ബുക്സ് വായിക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ ഒരു അനുഭവത്തിൽ നിന്നായിരിക്കാം, അപ്പം തൊട്ട് അവർ അലൈൻഡ് ആയിട്ടുണ്ടെങ്കിൽ അവർ ഒരു ഗുരു സമാഗമം ഉണ്ടാവും. അവിടുന്ന് സാധന സ്വീകരിക്കും, അതിനെ സ്വാധ്യായം ചെയ്യും, സ്വയം അധ്യയനം ചെയ്യും. അതിലൂടെ അനുഭവങ്ങളും അനുഭൂതിയും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് ഓറയെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രോസസ്സിലൂടെ ഓരോരുത്തരും സ്വായത്തമാക്കുന്നതിലൂടെ ഡെയിലി ഒരു 10-15 മിനിറ്റ് ചെയ്താൽ മതി. നമ്മൾ ശരീരം കുളിക്കാനെടുക്കുന്ന സമയം പോലെ തന്നെ ഓറയെ റിജുവിനേറ്റ് ചെയ്യാനുള്ള ഒരു സെൽഫ് ഹീലിംഗ് പ്രാക്ടീസ് അത് ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ സാധാരണ വ്യക്തികൾക്കും അത് കരഗതമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്.